നിങ്ങൾക്ക് പോലും പിന്നെ സ്വർണം പിന്നെ ഉപയോഗിക്കാൻ പറ്റൂല, എന്നൊക്കെ വിശദീകരണങ്ങളുണ്ട് എന്നുള്ളതാണ് അൽബാനി. എന്നിട്ട് ഇങ്ങനെയുള്ളത് ചിലത് ഇങ്ങനെ എടുത്ത് ഉദ്ധരിക്കുക. എങ്ങനെ ഹദീസിനെതിരായിട്ട് അൽബാനി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ എടുത്ത് ഉദ്ധരിക്കുക അല്ലേ? അതിങ്ങനെ എടുത്ത് ഉദ്ധരിച്ചിട്ട് കണ്ടോ ഇതാ അൽബാനി എന്താ ഇതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നുണ്ടോ? അപ്പോൾ ഇതൊക്കെ പിന്നെ സ്ത്രീകൾക്ക് പള്ളിയാണ് ഉത്തമം, പിന്നെ ഇതൊക്കെ നമ്മൾ അല്ല പള്ളിയല്ല വീടാണ് ഉത്തമം അല്ലേ? എന്നിട്ട് ഇതൊക്കെ നമ്മൾ അംഗീകരിക്കണ്ടോ എന്ന് ചോദിച്ചിട്ട് അൽബാനി അങ്ങോട്ട് മാറ്റിയെടുത്ത്. അൽബാനി ഒന്നിനും കൊള്ളാത്തവൻ അല്ലേ? 5 പൈസക്ക് വില ഇല്ലാത്ത 10 പൈസ, അന്നത്തെ 10 പൈസ അൽബാനി. ഇതേപോലെ മദ്ഹബിന്റെ ഇമാമുകളെ, ആ മദ്ഹബിന്റെ ഇമാമേ 6 നോമ്പ് ഇല്ലാന്നാ പറഞ്ഞിരിക്കണേ. അപ്പൊ അതോടുകൂടി ആ മദ്ഹബിന് നമ്മൾ തട്ടി അല്ലെ? ആര്? പിന്നെ ഇമാം മാലിക് പറഞ്ഞിട്ടുണ്ട് എന്ത്, പിന്നെ ഷവ്വാലിൽ 6 നോമ്പില്ല, അങ്ങനെ പിന്നെ ഒരു ഹദീസും ഞാൻ കണ്ടിട്ടില്ല എന്നുള്ള പറഞ്ഞു. അബു ഹനീഫ മഴക്ക് വേണ്ടിയിട്ടുള്ള നിസ്കാരമല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ആര്? അബു ഹനീഫ. ഇങ്ങനെ പിന്നെ ഉള്ള ഒരുപാട് ഇത്. അപ്പൊ ഈ വിഷയത്തിൽ നമ്മൾ എന്താ ചെയ്യുക? ഈ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല്, ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവര് മുജ്തഹിദീങ്ങളാണ്. ഇജ്തിഹാദ് ചെയ്യാൻ കഴിവുള്ള, ശേഷിയുള്ള, ഇൽമുള്ള, പ്രാപ്തിയുള്ള പണ്ഡിതന്മാരാണ് ഈ പറഞ്ഞ ആളുകളൊക്കെ തന്നെ. ഇവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ എന്താകും, സ്വഹീഹായ ഒരു ഹദീസ് അവര് ലൈഫാക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ലൈഫായ ഒരു ഹദീസിനെ അവർ സ്വഹീഹാക്കിയിട്ടുണ്ടാവും. അതിന്റെ അർത്ഥം എന്താ? കണ്ടില്ലേ, പിന്നെ അബു ഹനീഫ സുന്നത്തിനെ തന്നെ നിഷേധിച്ച ആളാണെന്ന് പറഞ്ഞിട്ട് നടക്കല. ഇപ്പൊ പിന്നെ ഇമാം മാലിക് പറഞ്ഞു വെള്ളിയാഴ്ച സുന്നത്ത് നോമ്പ് നോൽക്കുന്നതിന് ഒരു വിരോധമല്ല, അങ്ങനെ ഒരു ഹദീസും ഞാൻ കണ്ടിട്ടില്ല എന്നുള്ള അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇമാം ഷാഫി, അദ്ദേഹം സുബഹിക്ക് കുനൂത്ത് സുന്നത്താണെന്ന് പറഞ്ഞ ആളാ, പിന്നെ അല്ലെ? അപ്പോ നമുക്കോ ബിദ്അത്ത്. അപ്പോ ഇമാം ഷാഫിനെ തള്ളി. ഇമാം ഷാഫിക്ക് എന്തായി? ഇമാം ഷാഫിക്ക് സുന്നത്ത്, നമുക്ക് ബിദ്അത്ത്. ഇതെന്ത് ദീനാ കൂട്ടരെ? എന്നിട്ട് നല്ലൊരു പിന്നെ ചോദ്യം ആകെ അല്ലെ? ഇതൊക്കെ എന്താ വെച്ചാല് ഞാൻ പറയട്ടെ, ഇതൊക്കെ ആളുകളെ ഫിത്നയിലാക്കാനുള്ള ചോദ്യം മാത്രമാണ്. അഹ്ലുസുന്നയുടെ സലഫിയത്തിന്റെ ABCD അറിയുന്ന ആളുകൾക്ക് അറിയാം എന്താ അതിലുള്ളതെന്ന്. സാധാരണക്കാരെ പൊട്ടീസാക്കാൻ പറ്റുന്നല്ലാതെ. അപ്പൊ എന്തായി? പിന്നെ എന്തായി? ഇമാം ഷാഫിക്ക് അത് കുനൂത്ത് സുന്നത്ത്, നമുക്കത് ബിദ്അത്ത്. അപ്പൊ 2 ഹുക്ം. അപ്പൊ അതെങ്ങനെ? ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ നരകത്തേക്ക് പോലെ. അപ്പൊ ഇമാം ഷാഫി നരകത്തേക്കാണോ സ്വർഗത്തേക്കാണോ? ഇമാം ഷാഫിക്ക് അത് പിന്നെ സുന്നത്ത് അല്ലെ? തസ്ബീഹ് അൽബാനിക്ക് സുന്നത്ത്. ബാക്കിയുള്ള പണ്ഡിതന്മാർക്കൊക്കെ അൽബാനി മാത്രല്ല അത് പിന്നെ സുന്നത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത്, വേറെ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിന്റെ ചർച്ചയ്ക്ക് ഇപ്പൊ പോകണില്ല അതെന്താന്നുള്ളത്. പക്ഷെ നമ്മൾ കേരളത്തിൽ അല്ലെങ്കിൽ പിന്നെ ചില ആളുകൾ പറയാറുള്ളത് എങ്ങനെയാരോ, ഈ ബുദ്ധി വല്ലാതെ കൂടിയിട്ടുള്ള ആളുകളുണ്ടല്ലോ, അക്കല് വല്ലാതെ കൂടിയിട്ടുള്ള ആളുകൾ പറയുന്നത് അൽബാനിക്ക് അത് സുന്നത്ത്, നമുക്കത് ബിദ്അത്ത്. അപ്പോ പിന്നെ എങ്ങനെ? അപ്പോ നരകത്തിലോ ഇങ്ങനെ എന്ത് ചെയ്യാ? പണ്ഡിതന്മാരുടേത് എടുത്തുത്തിരിക്കുക, എന്നിട്ട് അവരുടെ പിന്നെ നിലവാരം പിടിച്ച് താഴ്ത്തുക, എന്നിട്ട് ആ പിന്നെ അല്ലെ ആ രൂപത്തിൽ അത് പറഞ്ഞ് പ്രചരിപ്പിക്കുക. ഇവിടെ എന്താ ഉള്ളത്? ഇത് വളരെ ചെറിയൊരു കാര്യമാണ്. ഈ അഹ്ലുസുന്നയുടെ ഉസൂലും പിന്നെ അതിന്റെ മനഹജും അതിന്റെ കാര്യങ്ങളൊക്കെ അറിയുന്നതിന്റെ പ്രാഥമിക വിവരാത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സുന്നത്ത്, അവർക്ക് ബിദ്അത്ത് അങ്ങനെയല്ല. എന്താ വെച്ചാല് ഈ മഹാന്മാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അതാരാകട്ടെ, അവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ആ ഹദീസ് കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഹദീസ് കിട്ടിയാൽ തന്നെ അതിന്റെ സനദ് അല്ലെങ്കിൽ അതിന്റെ അവർക്ക് സിഹത്ത് ശരിക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പൊ എന്താകും? അവർ ആ സ്വഹീഹായ പിന്നെ ഹദീസിനെ ലൈഫാക്കും, അല്ലെങ്കിൽ ആ ലൈഫായ ഹദീസിനെ അവര് സ്വഹീഹാക്കും. അതല്ലെങ്കിൽ പിന്നെ വേറെ ചില നിബന്ധനകൾ അവർ ആ ഹദീസ് സ്വീകരിക്കാൻ വെച്ചിട്ടുണ്ടാവും. അതല്ലെങ്കിൽ ആ ഹദീസ് അവർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിന്റെ ദലാലത്ത്, അതിന്റെ ആ തെളിവ് എങ്ങനെ പിടിക്കണം എന്നുള്ളതിൽ അവർക്ക് തെറ്റുപറ്റിയിട്ടുണ്ടാകും. പിന്നെ ഇങ്ങനെ പല 10ഓളം കാരണങ്ങൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അത് വിശദീകരിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നുള്ളത്. അതുകൊണ്ട് ഈ ഒരൊറ്റ ഉദാഹരണം നമ്മൾ എടുക്കുക. എന്ത്? പിന്നെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അത് സുന്നത്താക്കാനുള്ള കാരണം എന്താ? അദ്ദേഹം ആ ഹദീസിനെ സ്വഹീഹായി കണ്ടു. ഏത് ഹദീസിനെ? പിന്നെ അബൂ ജഅഫർ റാസി എന്ന് പറയുന്ന ആളിലൂടെയാണ് ഹദീസ് ഉദ്ധരിക്കുന്നത്. ഇമാം ഷാഫിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഹദീസ് സ്വഹീഹാണ്. അപ്പൊ ഇമാം ഷാഫി കുനൂത്ത് ഓതിയാൽ അദ്ദേഹം നരകത്ത് പോവോ? പോകൂല കൂട്ടരെ. ഇമാം ഷാഫി നരകത്ത് പോകൂല. എങ്ങനെ നരകത്ത് പോവുക? നമ്മളത് ബിദ്അത്താണ്, ഇമാം ഷാഫിക്ക് അത് സുന്നത്താകുമ്പോൾ ഇമാം ഷാഫി നരകത്ത് പോകുന്ന അങ്ങനെയാണോ വിശ്വസിക്കേണ്ടി? അല്ലെങ്കിൽ തസ്ബീഹ് സുന്നത്താക്കിയോണ്ട് അൽബാനി നരകത്ത് പോകുന്ന, അല്ലെങ്കിൽ അവർ അഹ്ലുസുന്നീന്ന് പുറത്താണ്, അവർ സലഫിയത്തിന്റെ ആളുകളല്ല എന്നാ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഇമാം ഷാഫിയെ സംബന്ധിച്ചിടത്തോളം ഹദീസ് അദ്ദേഹത്തിന് സ്വഹീഹാണെന്ന് മനസ്സിലായി, അദ്ദേഹം അതിനനുസരിച്ചിട്ട് അമൽ ചെയ്തു. ആ ഹദീസ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സ്വഹീഹാണ്. എന്നാൽ നമ്മുടെ സൂക്ഷ്മമായ വിശകലനത്തിന്റെ അടിസ്ഥാനത്തിൽ അത് ലൈഫാണ് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടു, നമ്മളത് ചെയ്യുന്നില്ല, അത് ബിദ്അത്താണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഇമാം ഷാഫിക്ക് കുറ്റം കിട്ടുമോ? കുറ്റം കിട്ടൂല. എന്തുകൊണ്ട് കുറ്റം കിട്ടൂല? അദ്ദേഹം മുജ്തഹിദാണ്, ഇജ്തിഹാദ് ചെയ്യാൻ കഴിവും പ്രാപ്തിയുമുള്ള പണ്ഡിതനാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് തെറ്റാണെങ്കിൽ തന്നെ അദ്ദേഹത്തിന് ഒരു കൂലിയുണ്ട്.
അദ്ദേഹത്തെ നരകത്തിലിടുന്ന, അല്ലെങ്കിൽ അദ്ദേഹം പേച്ചോനാണെന്ന, അദ്ദേഹത്തെ തട്ടിക്കളിക്കണമെന്ന, എന്താ ഈ പറയണത്? അദ്ദേഹത്തെ തട്ടണമെന്നോ, അദ്ദേഹത്തെ കുറിച്ച് ഇല്ലാത്തത് പറയണമെന്നോ, അവരുടെ നേരെ കുതിര കയറണമെന്നോ, എന്താ ഈ പറയണേ? അദ്ദേഹത്തിന് അത് തെറ്റാണെങ്കിൽ തന്നെ, ഇനി ഷെയ്ഖ് അൽബാനിക്ക് അതിന് തെറ്റ് പറ്റിയെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ഇമാം മാലിക് സുന്നത്ത് നോമ്പില്ല, അത് അദ്ദേഹത്തിന് തെറ്റാണെങ്കിൽ തന്നെ, ഒരു പക്ഷേ നമ്മുടെ തെറ്റാകാൻ അത് വേറെ നമ്മൾ വിശദമായിട്ട് പറയേണ്ട സംഗതിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കിട്ടിയത് അത് ബിദഅത്ത്. ഇമാം ഷാഫിനെ സംബന്ധിച്ചിടത്തോളം ഹദീസ് സ്വഹീഹായിട്ട് അദ്ദേഹം കണ്ടു. ഇനി ഇത് ഏതൊരു മസ്അലയിലാണെങ്കിലും അവരങ്ങനെ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഹുക്കുമ്പോ ഒന്ന് നമുക്ക് ഹുക്കുമ്പോ അങ്ങനെ അവർക്ക് അത് സുന്നത്ത് അങ്ങനെ ബിദഅത്തല്ല. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇജ്തിഹാദ് ചെയ്തു, അല്ലെങ്കിൽ ഹദീസ് അവർക്ക് കിട്ടിയില്ല, അതെനിക്ക് സിഹത്ത് ബോധ്യപ്പെട്ടില്ല, തെറ്റാണെങ്കിൽ തന്നെ അവർക്കൊരു കൂലി. ആര്? ഇമാം പിന്നെ ഷാഫി കുനൂത്ത് ഓതിയാൽ തന്നെ അത് ബിദഅത്താണെങ്കിൽ തന്നെ, നബി പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ തന്നെ ഒരു കൂലി പ്രതിഫലം ആർക്കുണ്ട്? ഇമാം ഷാഫിക്കുണ്ട്. ശരിയാണെങ്കിലോ 2 കൂലിയുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സൂക്ഷ്മമായ നിലപാട് ആ വിഷയത്തിൽ ഇമാം ഷാഫിക്ക് ഹദീസ് സ്വഹീഹായി കിട്ടാത്തത് കൊണ്ട് അദ്ദേഹം അത് ചെയ്യുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം സൂക്ഷ്മമായ പഠനത്തിൽ അത് ലൈഫാണ് എന്ന് അബൂ ജാഫർ റാസി എന്ന് പറയുന്ന ആൾ ലൈഫാണ് എന്നുള്ളത് ബോധ്യപ്പെട്ടത് കൊണ്ട് സുബ്ഹിക്ക് കുനൂത്തില്ല. വിത്തറിലെ കുനൂത്തിനെ കുറിച്ചല്ല ചർച്ച, സുബ്ഹിയിലെ കുനൂത്തിനെ കുറിച്ച്. അപ്പൊ നമ്മൾ അത് സ്വീകരിക്കുന്നു. ഇമാം ഷാഫിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അതിൽ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വിദേഹത്ത് ചെയ്ത് മരിച്ചുപോയ ആളല്ല, അദ്ദേഹത്തിന് ഒരു കൂലി. തെറ്റ് ശരിയാണെങ്കിൽ അദ്ദേഹത്തിന് 2 പ്രതിഫലം. അദ്ദേഹം നമ്മുടെ ഇമാമ്, സലഫികളുടെ ഇമാമ്, അഹ്ലുസുന്നന്റെ ഇമാമ്, 4 മദ്ഹബിന്റെ ഇമാമുകൾ അങ്ങനെ തന്നെ, നേരത്തെ പറഞ്ഞ ആളുകളൊക്കെ അങ്ങനെ തന്നെ. അഹ്ലുസുന്നയുടെ ഉസൂലും മനഹജും അംഗീകരിക്കുന്ന ആളുകൾക്ക് ഈ വിഷയത്തിൽ അബദ്ധം സംഭവിച്ചാൽ അതിന്റെ അർത്ഥം എന്താ? അവരിതിന്റെ പുറത്താണെന്നല്ല, അവരിതിന്റെ ഉള്ളിൽ തന്നെയാണ്, അവരെ പുറത്താക്കാൻ പറ്റില്ല, അവരിതിന്റെ ഉള്ളിലാണ്. ആ വിഷയത്തിൽ അവർക്ക് അബദ്ധം സംഭവിച്ചു, ആ മസ്അലയിൽ അവർക്ക് ഹദീസ് കിട്ടിയിട്ടില്ല, അതങ്ങനെ അവരെ കുറിച്ച് നല്ലത് വിചാരിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് സലഫിന്റെ നിലപാട്, അതാണ് സലഫിയത്ത്. അതല്ലാതെ അവരുടെ നിലവാരം അവരെ കുറിച്ച് മോശമായ രൂപത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തി ഈ മഹാരഥന്മാരായ പണ്ഡിതന്മാരെ കുറിച്ച് ദുഷിച്ച് പറയലല്ല. ഈ ഇമാം ദഹബി പറഞ്ഞ ഒരു കാര്യം കൂടി നമ്മൾ ആ വിഷയത്തിൽ ശ്രദ്ധിക്കണം. ഇമാം ദഹബി പറഞ്ഞു, എന്താ പറഞ്ഞത്? ഇമാം ദഹബി പറയണ ഈ കാര്യത്തെ കുറിച്ച്, ഇമാമിങ്ങൾക്കിടയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ എതിരഭിപ്രായങ്ങളുണ്ട്, അത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ഇമാമിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗണ്ണിക്കും, അല്ലെ? ചില ആൾക്കാർ സ്വഹിയാക്കിയത്, ചില ആൾക്കാർക്ക് ലൈഫ്, ചില ആൾക്കാർക്ക് സുന്നത്തുള്ളത്, മറ്റത്, അതങ്ങോട്ടും ഇങ്ങോട്ടും ഗണ്ണിക്കും. അതുകൊണ്ട് എന്താ വലസ്ന, അത് മനസ്സിലാക്കണം. വലസ്ന അതങ്ങനെയാണ്, അതങ്ങനെ തന്നെ തുറന്നുകൊണ്ടേയിരിക്കും. വലസ്ന നമ്മളല്ല, മിമ്മൻ യദുമ്മുൽ ആലിമ, ഒരു പണ്ഡിതനെയും കുത്തി പറയുന്ന, ആക്ഷേപിക്കുന്ന, ചീത്ത വിളിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടവരല്ല നമ്മൾ. എങ്ങനെ? ബിൽഹവ വൽ ജഹലി, ആ പണ്ഡിതന് വിവരല്ല, അല്ലെങ്കിൽ ആ പണ്ഡിതൻ അവന്റെ ബുദ്ധിക്കനുസരിച്ച് പറഞ്ഞാണ്, അല്ലെങ്കിൽ അൽബാനി അബിന്റെ ബുദ്ധിക്കനുസരിച്ച് പറഞ്ഞവനാണ്, അല്ലെങ്കിൽ ഇബ്നു ബാസ് ബുദ്ധിക്കനുസരിച്ച് പറഞ്ഞ ആളാണ്, അല്ലെങ്കിൽ ഇമാം മാലിക് ബുദ്ധിക്കനുസരിച്ച് പറഞ്ഞ ആളാണ്, അവർക്കൊന്നും വിവരല്ല എന്നുള്ള രൂപത്തിൽ ആര് പ്രതികരിക്കൂല? നമ്മൾ പ്രതികരിക്കൂല. മറിച്ചെന്താ? വലസ്ന മിമ്മൻ യദുമ്മുൽ ആലിമ, ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യൂല? ആലിമീങ്ങളെ നിന്ദിച്ച് സംസാരിക്കുകയില്ല, ആലിമീങ്ങളെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയില്ല. ഇനി ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി, ഷെയ്ഖ് ഇബ്നു ബാസ് അല്ല, ഷെയ്ഖ് ഫൗസാൻ, സ്വാലിഹുൽ ഫൗസാൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു ഈ കാര്യത്തെക്കുറിച്ച്. എന്താ പറഞ്ഞത്? ഈ മദ്ഹബിന്റെ ഇമാമുകളെ നമ്മൾ പരിഗണിക്കുന്ന അവരുടെ മാർഗമാണ് നമ്മുടെ മാർഗം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞവർക്ക് ഈ രൂപത്തിലുള്ള അബദ്ധങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയാണ്, വമിൻ അബ്റസി മൻ ദആ ഇലാ മദ്ഹബി സലഫി, ഈ സലഫിയത്തിലേക്ക് ആദ്യമായി പിന്നെ ജനങ്ങളെ ക്ഷണിച്ച ആളുകൾ ആരാണ്? അൽ അഇമ്മത്തുൽ അർബഅ, 4 മദ്ഹബിന്റെ ഇമാമുകളാണ്. ഈ സലഫിയത്തിലേക്ക് കണ്ടോ, അവര് സലഫിയത്തിലേക്ക് ക്ഷണിച്ച ആളുകളാണ്. വശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ വതലാമിദു, അതേപോലെ തന്നെ ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികൾ, അതേപോലെ തന്നെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് വഗൈറുഹും, ഇവരല്ലാത്ത ആളുകളും, മൻ കുല്ല മുസ്ലിഹിൻ വ മുജദ്ദിദിൻ, പിന്നീട് ഇനി ലോകത്ത് വരുന്ന മുജദ്ദിദായിട്ടുള്ള മുസ്ലിയത്തായിട്ടുള്ള ആരാണോ അവരൊക്കെ അങ്ങനെ തന്നെയാണ്. തെളിവ് അഹ്ലുസുന്നന്റെ ഉസൂലും മനഹജും അംഗീകരിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഈ വിഷയത്തിൽ അബദ്ധങ്ങൾ സംഭവിച്ചാൽ തന്നെ
അവർ അഹ്ലുസുന്നയുടെ ഇമാമിങ്ങളാണ്, പണ്ഡിതന്മാരാണ്. ആ വിഷയത്തിൽ നമ്മൾ അവരെക്കുറിച്ച് നല്ലത് വിചാരിക്കുന്നു. അവർ ഉലമാക്കളാണ്, പണ്ഡിതന്മാരാണ്, നമ്മുടെ ഇമാമിങ്ങളാണ്. അവരെക്കുറിച്ച് നമ്മൾ നല്ലത് വിചാരിക്കുന്നു. അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതാണ് പണ്ഡിതന്മാർ അള്ളാഹ് പുകഴ്ത്തി, ഹദീസ് പുകഴ്ത്തി, അവരുടെ കാര്യങ്ങൾ അംഗീകരിക്കണം എന്ന് പറഞ്ഞു, അവരെ പിൻപറ്റണം എന്ന് പറഞ്ഞു. തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ തെളിവില്ലാത്തത് സ്വീകരിക്കാനുള്ള ബാധ്യത നമുക്കില്ല എന്ന് പറഞ്ഞു. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, അബദ്ധങ്ങൾ ഉണ്ടാകും. അത് അവരെ ചീത്ത പറയാനോ അവരെക്കുറിച്ച് മോശമായ രൂപത്തിൽ സംസാരിക്കാനുള്ള കാരണമായി തീരരുത്. അത് അഹ്ലുൽ ബിദ്അന്റെ ആളുകളുടെ, ശിയാക്കളുടെ, യഥാർത്ഥ അഹ്ലുസുന്നയിൽ നിന്ന് തെറ്റിപ്പോയ ആളുകളുടെ സ്വഭാവമാണ്, രീതിയാണ്. സലഫിയത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ആദർശം അംഗീകരിക്കുന്ന എല്ലാ ആളുകളും അവരുടെ ഇമാമിങ്ങളാണ്, പണ്ഡിതന്മാരാണ്. തെളിവുള്ളത് നമുക്ക് പറയാം, ഉദ്ധരിക്കാം, സ്വീകരിക്കാം. അവർ ആ ഹദീസിന് എങ്ങനെ വ്യാഖ്യാനം കൊടുത്തോ അത് നമുക്ക് വിശദീകരിക്കാം. അവരെങ്ങനെ അത് പഠിപ്പിച്ചോ അത് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അതിന് ഒരു വിരോധവും ഇല്ല. അതാണ് സലഫിയത്ത്, അതാണ് മൻഹജു സലഫ്. മുൻഗാമികളായ ആളുകൾ ആ ഹദീസിനെ എങ്ങനെ വ്യാഖ്യാനിച്ചോ പഠിപ്പിച്ചെന്നോ, ഒരായത്തിനെ എങ്ങനെ വ്യാഖ്യാനിച്ചോ എങ്ങനെ വിശദീകരിച്ചോ അത് അതേപോലെ വ്യാഖ്യാനിക്കുകയും മനസ്സിലാക്കുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതാണ് അഹ്ലുസുന്നയുടെ മാർഗം. ഈ വിഷയങ്ങൾ കൂടുതലായി സംസാരിക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. അതിനുള്ള ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അള്ളാഹു വിഷയങ്ങൾ കൂടുതലായി പഠിക്കാനുള്ള തൗഫീക്ക് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ MSMന്റെ പ്രസിഡന്റ് താജുദ്ദീൻ സലാഹിയുടെ വല്യമ്മ മരണപ്പെട്ടിട്ടുണ്ട്. അത് അറിയിക്കാണ്. അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അള്ളാഹു അവരുടെ വല്യമ്മക്കും ആഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മെല്ലാവരെയും അള്ളാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വിശദമായി പഠിക്കുവാനും മനസ്സിലാക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. യഥാർത്ഥ അഹ്ലുസുന്നത്തിൻ്റെ സലഫിയത്തിൻ്റെ മാർഗം ഉൾക്കൊണ്ടുകൊണ്ട് സിറാത്തുൽ മുസ്തഖീമിൽ അടിയുറച്ച് ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആലിമീങ്ങളുടെ, ഉലമാക്കളുടെ ഇൽമ് തേടുന്ന, ദഅവത്ത് ചെയ്യുന്ന, ആ ദഅവത്ത് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുന്ന യഥാർത്ഥ സ്വാലിഹീങ്ങളുടെ, മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങളിലോ കർമ്മപരമായ കാര്യങ്ങളിലോ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്ൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.